ഓക്കെ, ഫോർമുല 1 2026 സീസണിലേക്ക് മിക്ക ടീമുകളും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ റെഡ് ബുൾ അവരുടെ 2026 സീസണിലേക്കുള്ള കാറ് ഫാൻസിന് മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്തായിരുന്നു. സോ അപ്പം കമ്മിങ് ഡേയ്സിൽ മറ്റ് ടീമുകളും അവരുടെ കാർസ് പ്രസൻറ്റ് ചെയ്യും. റെഡ് ബുള്ളിൻ്റെ ഈ വർഷത്തെ കാറ് കണ്ടപ്പോഴത്തേന് പഴയ RB9 ഓർമ്മ വന്നത്. സെബാസ്റ്റ്യൻ വെറ്റിൽ ചാമ്പ്യനായ കാർ. റെഡ് ബുള്ളിന് നല്ലൊരു സീസൺ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോർഡുമായിട്ടാണ് അവരുടെ കൊലാബറേഷൻ വന്നിരിക്കുന്നത് പവർ ട്രെയിൻസിൽ. അതുമാത്രമല്ല, ഫോർഡ് റെഡ് ബുള്ളിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന എഞ്ചിന് അടിപൊളി എഞ്ചിൻ എന്നാണ് കേട്ടത്. ഓക്കെ, ഫോർമുല 1 കാറുകളിൽ കുറേ എയറോഡൈനാമിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. വളരെ എയറോഡൈനാമിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ് F1 കാറുകൾ. സോ ലെറ്റ് us ടോക്ക് അബൌട്ട് ദ എയറോഡൈനാമിക്സ് ഓഫ് ദ ഫ്രണ്ട് വിങ് ഓഫ് എൻ F1 കാർ. സോ ഈ കാറുകളിൽ ഡൗൺ ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എയറോഡൈനാമിക് സ്ട്രക്ചേഴ്സ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഫ്രണ്ട് വിങ്സിന് വേറൊരു റോളും കൂടെ ഉണ്ട്. കാരണം ആ കാറ് ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും ആദ്യം എയറോട്ട് ടച്ച് വരുന്നത് ഈ ഫ്രണ്ട് വിങ്ങിലാണ്. സോ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ എൻ്റയർ കാറിലേക്ക് പോകുന്ന എയറിനെ കണ്ടീഷൻ ചെയ്യുന്നത് ഈ ഫ്രണ്ട് വിങ്സ് ആണ്. എക്സാമ്പിളായിട്ട് ഈ ഒരു ഫോൺ, ഇതൊരു F1 കാറാണെന്ന് വിചാരിക്കുക. ഇത് ട്രാക്കിൽ കൂടെ പോകുമ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ വിങ്സ്, ഇവിടെ വിങ്സ് എയറോട്ട് കോണ്ടാക്ട് വരുന്നു. കോണ്ടാക്ട് വരുമ്പം ഈ വിങ്സിൻ്റെ ഇന്നർ സൈഡ് ഉണ്ടല്ലോ, ഇന്നർ സൈഡ് എയറോട്ട് കോണ്ടാക്ട് വന്നിട്ട് ഒരു സ്പൈറൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രണ്ട് വിങ്സിൽ തട്ടിയിട്ടുണ്ടാകുന്ന ആ എയറിനെ സ്പൈറലായിട്ട് അല്ലെങ്കിൽ വോർട്ടെക്സ് ആയിട്ടും പറയും. അപ്പോൾ ഈ വോർട്ടെക്സിനെ Y250 വോർട്ടെക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിതിനെ ഒരു സ്പെസിഫിക് പേരിട്ട് പറയുമ്പോൾ വിചാരിക്കരുത്, അതൊരു ഫിസിക്കൽ ഒബ്ജക്റ്റ് അല്ല. അത് ആ എയർ വന്ന വിങ്സിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വോർട്ടെക്സ് ആണ്, ലൈക്ക് എ കേള്. ഇനി എഞ്ചിനീയേഴ്സ് ഈ ഫ്രണ്ട് വിങ്സിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വോർട്ടെക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ്. കാരണം നമുക്കറിയാം, ഈ മുമ്പിൽ പോകുന്ന കാറിൽ നിന്നുള്ള ഡയറക്റ്റ് എയർ കാറിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ആ ഡയറക്റ്റ് എയർ ഡയറക്റ്റ്ലി കാറിൻ്റെ അണ്ടറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വോർട്ടെക്സ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ വിങ്സിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ വോർട്ടെക്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻ സച്ച് എ വേ ദാറ്റ് ഈ എയർ വന്ന് അടിക്കുമ്പോഴത്തേന് ഈ കേൾ ഉണ്ടായിട്ട് ഔട്ട് സൈഡിലേക്കാണ് ആ എയർ ഡിസിപ്പേറ്റ് ആയി പോകുന്നത്, ഇത് ഡയറക്റ്റ് എയർ. സോ ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കാറിൻ്റെ അടിയിലേക്ക് പോകുന്നത് ക്ലീൻ എയർ ആയിരിക്കും. പിന്നെ ഫ്രണ്ട് വിങ്സ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഔട്ട് വാഷ് എന്ന് പറയും. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ അതൊരു വെർട്ടിക്കൽ കമ്പോണൻ്റാണ്. അതായത് സാധാരണ ഈ ഫ്രണ്ട് വിങ്സ് ഹൊറിസോണ്ടലായിരിക്കുമല്ലോ, അതിലൊരു പ്രത്യേകിച്ച് ഒരു കെയർഡ് സ്ട്രക്ചറിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഔട്ട് വാഷ് വരുന്നത് ടയേഴ്സിനോട്, അതായത് രണ്ട് സൈഡിലുള്ള ടയേഴ്സിന് നേരെ വെർട്ടിക്കലായിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഡയറക്റ്റ് ആ ടയറിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ DRSനെ പറ്റി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ നേരെ, അതായത് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് നേരെ വന്ന് എയർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഡ്രൈവ് ഉണ്ടാകും. അതുകൊണ്ടാണ് DRSൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് DRS ഫ്ലാപ്പുകൾ സ്ട്രെയിറ്റ് ആകുമ്പോഴത്തേന് എയർ വന്ന് ഇതിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് കാറിന് എക്സ്ട്രാ സ്പീഡ് കിട്ടുമെന്ന് പറയും. അതേ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഈ വെർട്ടിക്കൽ ഫ്ലാപ്പ് ഇല്ലെങ്കിൽ എയർ ഡയറക്റ്റ് വന്ന് ടയറിൻ്റെ ഫ്ലാറ്റ് സർഫസിലേക്ക് അടിക്കും. അപ്പം കൂടുതൽ വീണ്ടും ഡ്രാഗ് ഉണ്ടാകും. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഈ ടയർ സർഫസിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ ഒരു ഔട്ട് വാച്ചസ് ഉണ്ട്. ഔട്ട് വാച്ചസ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഔട്ട് വാച്ചസ് വന്ന് എയർ തട്ടിയിട്ട് ഇത് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ആയി പോയിട്ട് ഈ ടയറിൻ്റെ ഔട്ടർ സർഫസിൽ കൂടെ എയർ പാസ് ചെയ്യത്തുള്ളൂ. ഇത്രയൊക്കെ അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സീസൺ വരെ, അതായത് 2025 സീസൺ വരെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു എഞ്ചിനീയേഴ്സിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാനുവലായിട്ട്, അതായത് കാറിനെ പിറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേന് മാനുവലായിട്ട് ഈ ഫ്രണ്ട് വിങ്സിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനനുസരിച്ചിട്ട് എയറിൻ്റെ ഫ്ലോയും അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ വർഷം തൊട്ട് 2026 സീസൺ തൊട്ട് ആ ഒരു പണി ഡ്രൈവേഴ്സിന് വിട്ടുകൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ഒരു പ്രത്യേക ഒരു ബട്ടൺ ഉണ്ട് ഈ ഒരു ആംഗിൾ സെറ്റ് ചെയ്യുന്നതിന് മാത്രം. അപ്പോൾ ഫോർമുല 1 കാറുകളുടെ എയറോഡൈനാമിക്സിനെ പറ്റി ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല, ഇതിനു മുമ്പ് ഞാൻ ഷൂട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എയറോഡൈനാമിക്സിനെ പറ്റി. അപ്പോൾ കമൻറ്റ് വന്നു, ഇത് ഇച്ചിരി ലെങ്തി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ എന്നല്ല, ഞാനത് ഫസ്റ്റ് വീഡിയോ അതാണ് ഫസ്റ്റ് വീഡിയോ, ഇത് സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത കമ്പോണൻറ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ 2026 സീസൺ തുടങ്ങുന്നതിന് മുമ്പ് F1ൻ്റെ ബേസിക്സ് എയറോഡൈനാമിക്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഫിസിക്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിക്കാം. സോ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.